Good morning. നമ്മൾ ഇന്ന് ഇലക്ട്രിക് ഫീൽഡ് പഠിക്കാൻ പോവാം. നമ്മൾ ചാർജസിനെ കുറിച്ചും കൂളംസ് ലോയിനെ കുറിച്ചും നമ്മൾ ഇതുവരെ പഠിച്ചു. ചാർജ് എന്തായിരുന്നു? കുറച്ച് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയോ കിട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന എന്തോ പ്രോപ്പർട്ടി അല്ലേ? എന്തായിരുന്നു? Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്ത്? ചാർജസ്. അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഒരു ടോട്ടൽ ചാർജസ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ചാർജസ് ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ചാർജസിനെ കുറിച്ചും. പിന്നെ രണ്ട് ചാർജ് ഒരുമിച്ച് ചെയ്യുന്ന അവർക്കിടയിൽ കുറച്ച് ഫോഴ്സ് ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. അതായത് ഒരു ചാർജ് ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഒരു സ്ഥലത്ത് ചാർജ് ഉണ്ട്, ഞാൻ എങ്ങനെയാണ് അത് അവിടെ ചാർജ് ഉണ്ടോ, ചാർജ് എന്തായാലും ചാർജ് എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? ചാർജിന് ചുറ്റുമുള്ള റീജിയൻ കേട്ടോ, ഒരു കുറച്ച് ഏറെ റീജിയൻ ഉണ്ടാവും. ഡിപ്പെൻസ് അപ്പോൺ ഈ റീജിയന്റെ വലിപ്പം, ഈ ചാർജിന്റെ വലിപ്പം അനുസരിച്ച് റീജിയൻ വലിപ്പം മാറിക്കൊണ്ടിരിക്കും. ആ റീജിയന്റെ പ്രത്യേകത എന്താ ചോദിച്ചാല്, ഇവന്റെ ചാർജിന്റെ ശക്തി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവന്റെ ചാർജിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റീജിയൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജിന് ചുറ്റുമുള്ള റീജിയൻ ആണ്. അത് ഇവന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റീജിയൻ കേട്ടോ. ഇനി എന്താ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാല്, ഒരു ടെസ്റ്റ് ചാർജ് Q0 എന്ന് പറയുന്ന ചാർജ് കൊണ്ടുവരണം. എന്താ ടെസ്റ്റ് ചാർജ്? പോസിറ്റീവ് ആയിരിക്കും. ചാർജ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അമ്മാതിരി വലിപ്പമുള്ള ഇൻഫിനിറ്റ്സിമലി എന്നൊക്കെ പറയില്ലേ, ഇൻഫിനിറ്റ്സിമലി എന്നൊക്കെ പറഞ്ഞ വാക്കില്ലേ, അത്രത്തോളം ചെറിയ ചാർജാണിത്. ഇതിന്റെ പ്രത്യേകത, ഇവൻ വഴി ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, അത്രത്തോളം ചെറുതാണ്. ഈ ചാർജ് വഴി ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഉണ്ടെ തന്നെ വളരെ നെഗ്ലിജിബിളാണ്. ഈ ഒരു ചാർജിനെ കൊണ്ടുവരാം, ഈ ചാർജിനെ ഇവന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ചാർജ് ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ സ്ഥലമല്ല നോക്കണ്ടേ. ഞാൻ ഇങ്ങനെ കൊണ്ടുവരാം, കൊണ്ടുവന്ന് എവിടം തൊട്ടാണോ ഇവന്റെ ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യുന്നത് അവിടം തൊട്ടുള്ള ആ ഏരിയ ഉണ്ടല്ലോ, അതിനെ പറഞ്ഞവരാണ് ഇലക്ട്രിക് ഫീൽഡ് ഏരിയ ഓഫ് ദിസ് ചാർജ്. നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ എന്ത് കാണണം? ഡയറക്ഷൻ കാണണം. അതിനുവേണ്ടി ഞാൻ കൊണ്ടുവരുന്ന ഈ ചാർജ് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഇവിടെ തൊട്ട് അതിൻ്റെ അകത്തേക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് കേട്ടോ. ഞാൻ നോക്കുകയാണ് ഈ ചാർജിലേക്ക്, ഈ ചാർജിന്റെ പ്രോപ്പർട്ടി എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞല്ലോ, ഇവ മെല്ലെ പുറത്തേക്ക് പുഷ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പൊ കുറച്ചുകൂടി ശക്തിയിൽ പുഷ് ചെയ്യാൻ തുടങ്ങി. കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവന്നു, കുറച്ച് ശക്തിയിൽ പുഷ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്തെന്നറിയോ, ഞാൻ ഈ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് അവൻ പോകുന്ന വഴി, പോകുന്ന ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ ഇങ്ങനെ പോയി, ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ ഇങ്ങനെ പോയി, ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ ഇങ്ങനെ പോയി, ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ ഇങ്ങനെ പോയി. പിന്നെ അങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ഡയറക്ഷൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. നമുക്ക് ഈ പോയ വഴി കണ്ടോ, നമുക്ക് ഓരോ ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇവനെ പറഞ്ഞതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇനി ഞാൻ എന്തറിയോ, ഞാൻ വേറൊരു ചാർജ് പിടിക്കുകയാണ്. ഇതേ ടെസ്റ്റ് ചാർജ് കൊണ്ടു, അതാണ്ട് ഇത്രയും ഭാഗം തൊട്ട് ഇവാണല്ലോ, ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവന്മാര് നമ്മൾ ഇവിടെ വരെ കൊണ്ടുപിടിച്ച് വലിക്കുക ചെയ്യുന്നത്. അടുത്തേക്ക് വന്ന ശക്തി കൂടിയിട്ട് വലിക്കുക ഇങ്ങോട്ട്. ഞാൻ ആ വലിക്കുന്ന അല്ലെങ്കിൽ ആ ചാർജ് സഞ്ചരിച്ച വഴികൾ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇവിടുത്തെ ഒരു ചാർജ്, ഈ ടെസ്റ്റ് ചാർജ് എന്താ ചെയ്ത് പുഷ് ചെയ്ത് പുറത്തേക്ക് വിട്ടു. അത് ഞാൻ വരച്ചു, ഇങ്ങനെയാണ്. പിന്നെ മനസ്സിലായി, ഞാൻ കൊണ്ടുവന്ന ചാർജ് എന്താ? പോസിറ്റീവ്. ഇവൻ ഈ പോസിറ്റീവ് ചാർജിനെ പുഷ് ചെയ്യണമെങ്കിൽ ഇവന്റെ ചാർജ് എന്തായിരിക്കണം? പ്ലസ് ചാർജ് ആയിരിക്കണം. ഇവൻ നോക്കി ഇവിടെ അടുത്തുകൊണ്ടേ വെച്ചു. ഇവൻ എന്താ ചെയ്യുന്നത്? പിടിച്ച് അകത്തേക്ക് വലിക്കുക. അപ്പൊ ഈ ചാർജ് എന്തായിരിക്കണം? -Q. മൈനസ് ചാർജ് ആയിരിക്കണം. എന്തെല്ലാം ആവട്ടെ, ചാർജ് എത്ര എമൗണ്ടിലാവട്ടെ, സൈൻ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. നോക്കി, ഇത് ഒരു പോയിന്റ് ചാർജാണ്. ഈ സാധനം ഞാൻ എടുത്തത് ഒരു സ്പെറിക്കൽ ഷേപ്പുള്ള ഒരു പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജ് സ്പീക്കർ പോലത്തെ ആയിരിക്കും. ഇതുപോലെ ഇവന്മാരുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കി, ഇതാണ് സർക്കിൾ. സർക്കിളിന്റെ റേഡിയസ് ആയിട്ടല്ലേ ഇവിടെ പോണേ. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നവരാണ് റേഡിയൽ ഇലക്ട്രിക് ഫീൽഡ്. ആരുടെയാ? പോയിന്റ് ചാർജുകളുടെ.
ഇതോ ഇതും അതെ, റേഡിയൽ ഇലക്ട്രിക് ഫീൽഡ്. ഇതിന്റെ പറഞ്ഞ റേഡിയലി ഇൻവേർഡ്, ഇതോ റേഡിയലി ഔട്ട്വേർഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റീജിയൻ സറൗണ്ടിങ് എ ചാർജ് വേർ ദ ഇൻഫ്ലുവൻസ് ഡ്യൂ ടു ദാറ്റ് ചാർജ് എക്സിസ്റ്റ്. കേട്ടോ, ആ റീജിയൻ ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ലൈൻ, ഒത്തിരി പ്രത്യേകത ഉണ്ട് ലൈന്. കാരണം ചില സ്ഥലത്ത് ഒത്തിരി, ഇവിടെ നോക്കി, ഞാൻ ഇവിടെ ഇത്രയും ഭാഗം വരയ്ക്കാം. ഇവിടെ നോക്കി, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ചാർജിന്റെ ഇന്റൻസിറ്റി, ഈ ചാർജിന്റെ ശക്തി ഏറ്റവും കൂടുതൽ എവിടെയാണ് ഫീൽ ചെയ്യുന്നത്? ഇത് ഇവിടെയാണോ, ഇവിടെയാണോ, ഇവിടെയാണോ? നിങ്ങൾ ഒരേ വലിപ്പമുള്ള ഒരു വട്ടം വരച്ച് നോക്കി, ഇതാ ഒരേ വലിപ്പമുള്ള വട്ടം, ഏകദേശം ഒരേ വലിപ്പമുള്ള വട്ടം. ഈ ഒരു വട്ടത്തിൽ അത് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് പോയിട്ടുള്ളൂ. ഇവിടെയോ 1, 2, 3 എണ്ണം പുറത്തേക്ക് പറഞ്ഞാൽ ഇതിന്റെ അകത്തൂടെ പോയിട്ടുള്ളൂ കേട്ടോ, ഈ സർക്കിളിൽ കൂടെ പോയിട്ടുള്ളൂ. ഇവിടെയോ 1, 2, 3, 4, 5 എണ്ണം പോയിട്ടുണ്ട്. ഇതിന്റെ ശക്തി കൂടുതൽ എവിടെയാ? ഇവിടെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ്സ് ദ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടോ കുറഞ്ഞ ഭാഗത്ത് തന്നെ അവിടെ അത്രത്തോളം ശക്തി കൂടുതലാണെന്ന് അർത്ഥം. ഇവിടെയാണ് കൂടുതൽ ശക്തി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് ഈ ഇലക്ട്രിക് ചാർജിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് തരും കേട്ടോ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് പറഞ്ഞു, അത് റെപ്രസെന്റ് ചെയ്യുന്ന ലൈനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നും പറഞ്ഞു. നമുക്കിത് ചെയ്യേണ്ടത് ഇതിന്റെ ഡെറിവേഷനും മറ്റു കാര്യങ്ങളൊക്കെ, എന്നതാ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ നോക്കി, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഹെൽപ്പിലാണ്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്, പിന്നെ ഈ ചാർജിന്റെ ശക്തി പറയുന്നത് നമ്മളൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടാണ്. ഇതിനെ പറഞ്ഞവരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് ഈ ക്വാണ്ടിറ്റി നമുക്ക് ഈ ചാർജിനെ കുറിച്ചുള്ള ഇതിന്റെ പവറും അതിന്റെ ചാർജിന്റെ പ്രോപ്പർട്ടീസും ഡയറക്ഷനും എല്ലാ കാര്യവും നമുക്ക് തരും. ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാല്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദിസ് ചാർജ് ഓൺ എ ടെസ്റ്റ് ചാർജ്. ഈ ടെസ്റ്റ് ചാർജ് അപ്പൊ എന്നായിരിക്കണം? നമ്മൾ പറഞ്ഞു ഓൾറെഡി, വളരെ ചെറുതായിരിക്കണം. 0 ആണോന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ 0ക്ക് അടുത്തുള്ള ഒരു ചാർജ്. അപ്പൊ നമ്മളിത് ഇങ്ങനെയല്ല എഴുതുന്നത്, പകരം F/Q0 തന്നെ, പക്ഷെ Q0 എന്നായിരിക്കണം? 0ക്ക് അടുത്തായിരിക്കണം. ലിമിറ്റ് Q0 ടെൻസ് ടു 0. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഇതിൽ ആരാ വെക്ടർ? F. ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതിന്റെ ഇക്വേഷൻ വരുന്നത് ഇറ്റ് ഇസ് എ ഫോഴ്സ് exerted on a point charge at any point, അല്ലെങ്കിൽ at that point. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എനർജിക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ, ഞാൻ കൊണ്ടുപോയിട്ട് ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുപോയി വെക്കുക, ആ ടെസ്റ്റ് ചാർജിന് എത്രത്തോളം ഫോഴ്സ് കിട്ടോ അതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് തരും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരും. അപ്പൊ നോക്കി, ഇതൊരു പോയിന്റ് ചാർജ് ആണ് വിചാരിച്ചു. അപ്പൊ ഹെഡിങ് എഴുതിക്കോ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എ പോയിന്റ് ചാർജ് അറ്റ് എ ഡിസ്റ്റൻസ് r from the center. നോക്കി, ഇതൊരു ചാർജ് ആണ്, പോയിന്റ് ചാർജ് ആണ്. ഇവിടെ നിന്നൊരു r ഡിസ്റ്റൻസ് അകലെ എനിക്ക് ഇവിടുത്തെ ഇന്റൻസിറ്റി കാണും, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണും. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡെഫിനിഷൻ പ്രകാരം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ എ പോയിന്റ് ചാർജ് ആണ്. അപ്പൊ ഇവിടുത്തെ ഞാൻ പോയിന്റ് ചാർജ് ഒഴിവാക്കി വേറൊരു ചാർജ് ഞാൻ കൊണ്ടുവന്നു, ഇവൻ Q1 എന്ന് വിചാരിച്ചു. ഞാൻ വേറൊരു ചാർജ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? കൂളം പറഞ്ഞേക്കുന്നത് F is equal to 1/4πε0 Q1 Q2 divided by r square അല്ലേ? വെക്ടർ ആണെങ്കിലോ, വെക്ടർ ഫോം എഴുതണമെങ്കിൽ ഇത് r വെക്ടർ ആണെന്ന് വിചാരിച്ചു. ഇവിടെ നിങ്ങോട്ടേക്ക് ഡയറക്ഷൻ r വെക്ടർ എടുത്തു കേട്ടോ, ഡിസ്റ്റൻസ്. അപ്പൊ അങ്ങനെ എന്നാ വരും? യൂണിറ്റ് വെക്ടർ എല്ലാം ഡിസ്റ്റൻസ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ചാർജ് ആണ്. അതായത് ഇവിടെ കൊണ്ടുപോയി വെക്കുന്നത് Q2 അല്ല, പകരം പോയിന്റ് ചാർജ്. അപ്പൊ ഞാൻ ഇവിടെ 1 കൊടുക്കുക, യൂണിറ്റ് ചാർജ് എന്ന് വിചാരിച്ചോ, യൂണിറ്റ് ചാർജ്. അപ്പൊ F is equal to 1/4πε0 Q1 Q2 divided by r സ്ക്വയറിനകത്ത് ഈ Q2 എന്തായി? പോയിന്റ് ചാർജ് ആയി. അത് 1 ചാർജ് കേട്ടോ, യൂണിറ്റ് ചാർജ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ. ഇതാണ് എന്ത്? ആ ഇക്വേഷൻ കേട്ടോ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇത്രയുള്ള ഇക്വേഷൻ നമ്മൾ ജനറൽ ആയിട്ടാണ് പഠിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ പഠിക്കുന്നത് ബോർഡ് എക്സാമിനൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ചോദിച്ചാൽ നമ്മൾ എന്നാ പഠിക്കുന്നത്? ഈ ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഡിസ്റ്റൻസ്
6. ഇത്രേ ഉള്ളൂ എഴുതാനായിട്ട്. ഇവിടെ Q1 ആയിരിക്കും, ഇവിടെ എഴുതുന്ന Q ചാർജ് ആയിരിക്കും, Q2 പകരം ഒരു പോയിന്റ് ചാർജ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇത് എഴുതുന്നില്ല, പകരം നമ്മൾ ഇങ്ങനെ Q1 പകരം Q എന്ന് മാത്രം എഴുതും. ഇനി ഇങ്ങോട്ട് നോക്കി, ഇവിടെ Q1 Q2 ആയിരുന്നോട്ടെ, കുഴപ്പമില്ല. യൂണിറ്റ് ചാർജ് അല്ല എനിക്ക് അറിയണ്ടേ. Q2 ചാർജിന് ഇത്രയാണ് ഫോഴ്സ് എങ്കിൽ യൂണിറ്റ് ചാർജ് എത്രയായിരിക്കും? ഞാൻ ഈ Q2 എടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് F/Q0 അല്ല F/Q2 ഫോഴ്സ് അപ്പോൺ ചാർജ് കേട്ടോ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4πε0 Q1/r². സെയിം ഇക്വേഷൻ അല്ലേ? അപ്പൊ ഇത് എങ്ങനെയുള്ള എഴുതാം? F/Q2 എഴുതാം യൂണിറ്റ് ചാർജ് അല്ലെങ്കിൽ. ഇനി യൂണിറ്റ് ചാർജ് ആണെങ്കിൽ F എന്ന് മാത്രം എഴുതാം കേട്ടോ. ഇത് ഒന്നാണെങ്കിൽ എന്നാ F/Q0 എന്ന് പറഞ്ഞ സാധനം F/1. അപ്പൊ ഇത് ഇത്രയുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 1/4πε0 Q/r² യൂണിറ്റ് വെക്ടർ കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇത് എന്തിന്റെ ഇക്വേഷനാ? ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇനി ഇവന്റെ യൂണിറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് നോക്കാം. ഫോഴ്സ് എന്നതാ? ന്യൂട്ടൺ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ചാർജിന്റെ യൂണിറ്റോ? കൂളം. അപ്പൊ ന്യൂട്ടൺ പെർ കൂളം ആണെന്ത്? ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ്. ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാ വരും? ഫോഴ്സ് mLT⁻². മാസ് ഇൻടു ആക്സിലറേഷൻ അല്ലേ? ചാർജിന്റെയോ? ചാർജ് നമുക്കറിയാം കറണ്ട് I is equal to Q/T. അപ്പൊ Q എന്നാ വരും? I into T. I ന്റെ ആംപിയർ ആണ്, ടൈമിന്റെ T ആണ്. അപ്പൊ Q ന്റെ എന്നതാ? A into T. അപ്പൊ നോക്കിയേ mLT⁻³ A⁻⁻1. ഇതാണ് ഡയമെൻഷൻ കേട്ടോ. ന്യൂട്ടൺ പെർ കൂളം യൂണിറ്റും ഇത് ഡയമെൻഷനും. ഇത്രയും ജനറൽ ഐഡിയ കിട്ടിയോ? ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇത് പ്രത്യേകം എടുത്തോണ്ട് ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫോഴ്സിന്റെ കാര്യത്തിൽ പഠിച്ചില്ല. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ചാർജ് ഉണ്ട് Q, ഒരു ചാർജാണ്. ഈ ചാർജിന്റെ ആ ഡിസ്റ്റൻസ് അകലെയുള്ള R1 ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് E1. ഇത് എത്രയാ? 1/4πε0 K into Q/r². R1ന്റെ സ്ക്വയർ. ഇവിടെ വേറൊരു ചാർജ് ഉണ്ട് Q2. ഇവന്റെ ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇങ്ങോട്ട് E2 എടുക്കാം. ഡിസ്റ്റൻസ് R2 ആണ്. 1/4πε0 അതിന് K എന്ന് വിളിക്കുകയാണെ. K into Q2/r². ഇവിടെ വേറെ ചാർജ് ഉണ്ട്, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ. എത്രയിലായിക്കോട്ടെ ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി ഓരോന്നിന്റെയും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അല്ലേ, ഫോഴ്സും വെക്ടർ അല്ലേ, വെക്ടർ അഡിഷൻ ചെയ്താൽ മതി. ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് വെക്ടർ അഡിഷൻ കണ്ടാൽ മതി. ഞാൻ ഒന്നാമത്തെ ചാർജ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ രണ്ടാമത്തെ ചാർജ് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്നാമത്തെ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിന് ഒരു വ്യത്യാസം സംഭവിക്കില്ല. അവൻ അവിടെ തന്നെ ഉണ്ടാവും. ഇവന്റെയോ? ഇവൻ കൊണ്ടുവരുമ്പോൾ ഇവൻ കാരണം ഇവനും വലിയ ഒരു മാറ്റം ഉണ്ടാവില്ല. അവന്റെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. പക്ഷെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എന്നതായിരിക്കും? ഈ രണ്ടുപേരുടെയും വെക്ടർ അഡിഷൻ ആയിരിക്കും. വേറെ ഒരു പ്രശ്നത്തില്ല കേട്ടോ. പിന്നെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? ഇവിടെ ഞാനൊരു ടെസ്റ്റ് ചാർജ് കൊണ്ടേ വെച്ചാൽ ഈ ടെസ്റ്റ് ചാർജിലേക്ക് കിട്ടുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണോ അതേ ഡയറക്ഷൻ ആയിരിക്കും എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുറച്ച് മുമ്പ്. നമുക്കിനി വേറെ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. നമുക്ക് ഒന്ന് രണ്ട് സാമ്പിൾ കണക്കുകൾ ചെയ്യാം. എവിടെയായിരിക്കും, എത്രയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള എന്നിട്ട് കണക്ക് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ചാർജ് ഉണ്ട് 1 മൈക്രോകൂളം. സെൻട്രൽ നിന്ന് 2 മീറ്റർ അകലെയുള്ള 2 മീറ്റർ അകലെ എനിക്ക് ഇവിടെ എത്രയാ ഇലക്ട്രിക് ഫീൽഡ് എന്ന് കാണും കേട്ടോ. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². 1/4πε0 എപ്സിലോൺ ഇത് വാക്യൂം ആണ് കേട്ടോ. ഞാൻ ഈ ചാർജ് കൊണ്ട് വെച്ചേക്കുന്നത് എവിടെയാ? വാക്യൂത്തിലാണ്. അപ്പൊ 9 × 10⁹ എപ്സിലോൺ നോട്ട് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം ആണ്. അപ്പൊ 9 × 10⁹ into Q ചാർജ് എത്രയാ? 1 മൈക്രോകൂളം. അപ്പൊ 10⁻⁻6 /r² എത്രയാ? 2². ഞാൻ ഇവിടെ 2 സെന്റിമീറ്റർ എന്നോ 2 മില്ലിമീറ്റർ എന്നോ ഒന്നും അല്ല എഴുതിയിരിക്കുന്നത്, 2 മീറ്റർ എളുപ്പമാകാൻ വേണ്ടിയാണ്. മില്ലിമീറ്റർ ആണ് എത്ര വരും? 2 × 10⁻3. സെന്റിമീറ്റർ ആണല്ലോ 2 × 10⁻2 എന്ന് വരും കേട്ടോ. അതിൽ സ്ക്വയർ എടുത്താൽ മതി. ഇനി 2² എന്ന് പറഞ്ഞാൽ എത്രയാ? 4.
9/4 2.25 into 10 raised to ഇവിടെ 9 ഉണ്ട് ഇവിടെ -6 ഉണ്ട് അപ്പോൾ എത്ര വരും ബാക്കി 10⁻³ യൂണിറ്റ് എന്നതാ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ ന്യൂട്ടൺ പെർ കൂളോം ഇത്രയേ ഉള്ളൂ അതിന്റെ ആൻസർ ഇനി ക്വസ്റ്റ്യൻ മാറ്റുവാണേ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ 1 മൈക്രോൺ കൂളോം ഉണ്ട് 2 മീറ്റർ അകലെ -2 മൈക്രോ കൂളോം ഉണ്ട് -2 മൈക്രോ കൂളോം ചോദിച്ചേക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി മിഡ് പോയിന്റ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചേക്കുന്നത് ഓക്കെ 1 മൈക്രോ കൂളോം പോസിറ്റീവ് ചാർജ് അല്ലേ പോസിറ്റീവ് ചാർജ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും ദാ ഇങ്ങോട്ടേക്ക് അപ്പൊ നമുക്ക് ഇവിടെ പണി ചെയ്യാം ഇവനെ 1 എന്നും ഇവന് 2 എന്നും പേര് കൊടുക്കാം ഇതാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു 1 കാരണം ഞാൻ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവന്നാല് ടെസ്റ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവന്നാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവനെ റിപ്പൽ ചെയ്യും അപ്പൊ അവന്റെ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും അങ്ങോട്ടേക്കായിരിക്കും ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് അപ്പൊ ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാ ഇങ്ങോട്ടേക്ക് ഇത് മൈനസ് ചാർജ് ആണ് ഞാനൊരു പോസിറ്റീവ് ഡിസ്ചാർജ് കൊണ്ട് ഞാൻ ഈ പോയിന്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മൈനസ് അവനെ എന്ത് ചെയ്യും ഈ മൈനസ് ഇവനെ എന്ത് ചെയ്യും പിടിച്ചു വലിക്കും അപ്പൊ ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാ ഇങ്ങോട്ടേക്ക് തന്നെയാണ് ഈ 2 ഇങ്ങോട്ട് തന്നെയാണ് അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2 അപ്പൊ അങ്ങനെയാണെങ്കിൽ E1 എന്നാ വരും മക്കളെ ഈ ചാർജ് കൊണ്ട് ഈ ഡിസ്റ്റൻസ് ആകുന്നത് ഇത് എത്രയാ മിഡ് പോയിന്റിൽ വെച്ചേക്കുന്നത് മൊത്തം 2 മീറ്റർ അല്ല ഇത് എത്രയാ 1 മീറ്റർ ഇത് എത്രയാ 1 മീറ്റർ അപ്പോ 1/4πε0 k എന്ന് എടുക്കുകയാണ് k q divided by r square plus k q2 divided by r square ഇവിടെ r1 ഉം r2 ഉം കൊടുക്കാം k എത്രയാ 9 into 10⁻⁹ q1 1 മൈക്രോ കൂളോം അപ്പോൾ 1 into 10⁻⁻6 r1 സ്ക്വയർ 1 മീറ്റർ അകലെയാ അപ്പോൾ 1 സ്ക്വയർ പ്ലസ് നോക്കിയേ 9 into 10⁻⁹ k ക്ക് പകരം q2 എത്രയാ -2 മൈക്രോ കൂളോം ഞാൻ മൈക്രോ കൂളോം വരുന്നുണ്ട് 10⁻⁻6 divided by r2 സ്ക്വയർ അത്രയാ 1 സ്ക്വയർ ഷുവർ ആയിട്ട് സംശയം വന്നിട്ടുണ്ടാവും ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ മൈനസ് എടുത്തത് അല്ലേ q2 അല്ലേ q2 എന്നതാ -2 മൈക്രോ കൂളോം എടുക്കരുത് കാരണം എന്നാ നോക്കിയാൽ ഞാൻ ആഡ് ചെയ്യുന്നത് വെക്ടർ E1 ഉം E2 ഞാൻ ആഡ് ചെയ്യുന്നത് വെക്ടർ ഫോം ആഡ് ചെയ്യുന്നത് ഞാൻ ഈ ചാർജിന്റെ സൈൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇങ്ങോട്ട് നോക്കിയേ എനിക്ക് രണ്ടിന്റെ റിസൾട്ടന്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു E1 ഉം E2 ഉം തമ്മിൽ കൂട്ടുക വേണ്ട ഇവിടെ മൈനസ് ഉണ്ടായിരുന്ന എന്നാ വരുന്നേ ഇവിടെ കുറയ്ക്കലായി വന്നേ അപ്പൊ ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞ ആൻസർ എനിക്ക് കിട്ടുന്നത് അത് നമ്മുടെ ലോജിക്കാണ് കേട്ടോ അപ്പൊ നോക്കി ഇവിടെ എനിക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പിന്നെ എന്തിനാ ഈ നെഗറ്റീവ് അവിടെ വന്നിരുന്നത് ഇങ്ങോട്ട് നോക്കിയേ ചാർജ് Q ആണെങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് R എത്ര ഇലക്ട്രിക് ഫീൽഡ് E is equal to 1/4πε0 എന്ന് പറയാൻ k എഴുതി kq divided by r square ഇനി ഇത് -q ആണെന്ന് വിചാരിച്ച് അതിന്റെ r ഡിസ്റ്റൻസ് അകലെ സെന്ററിൽ നിന്നാണ് r ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് E is equal to kq divided by r square ഒരു പ്രശ്നമുണ്ട് പ്ലസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ ഇങ്ങോട്ടേക്കാ മൈനസിന്റെയോ ഇങ്ങോട്ടേക്കാ ആ മൈനസ് റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഞാൻ എന്തെടുത്തേക്കുന്നത് മൈനസ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ആൻസർ ഇതാണ് -kq/r². എന്തിനാ ഞാൻ ആ മൈനസ് ഇട്ടേക്കുന്നത് അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാനായിട്ട് ജനറൽ ഇക്വേഷൻ kq/r² ആണ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ മൈനസ് ഇവിടെ നമുക്ക് ആ മൈനസ് ഇടേണ്ട ആവശ്യമില്ല കാരണം എന്നാ ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് അപ്പൊ ഞാൻ ചെയ്യേണ്ടത് മൈനസ് ഈ ചാർജ് വഴി ഉള്ളതും ഇതും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഞാൻ എന്തെടുക്കുക ഇവിടെ മൈനസ് ഞാൻ ഒഴിവാക്കുക കേട്ടോ ആ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടുപേർക്കും ആരുണ്ട് 9 into 10⁻⁹ കോമൺ ആണ് into 10⁻⁻6 കോമൺ ആണ് ബാക്കി 1 ഉം 2 ഉം എത്രയാ 3 divided by 1 ആ പെട്ടെന്ന് ആൻസർ കിട്ടിയല്ലോ 10⁻³ 3 27 into 10⁻³ ന്യൂട്ടൺ പെർ കൂളോം ഇതാണ് ഇതിന്റെ ആൻസർ തേർഡ് ക്വസ്റ്റ്യൻ നോക്കി ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് A ആണ് സൈഡ് ലെങ്ത് ചോദിച്ചേക്കാണ് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് A കേട്ടോ
നമ്മൾ ഡയറക്ഷൻ ചോദിച്ചിട്ടില്ല, വെക്ടർ അഡിഷൻ പേടിക്കണ്ട, നമുക്ക് ജസ്റ്റ് അളവ് മാത്രം മതി എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് മാഗ്നിറ്റ്യൂഡ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ നമുക്കാദ്യമേ, പക്ഷെ നമുക്കറിയാം ഇവിടെ രണ്ട് ചാർജ് ഉണ്ട്, രണ്ട് ചാർജ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി ഏതെങ്കിലും അപ്ലൈ ചെയ്യണം, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇവൻ വഴിയുള്ള ഇലക്ട്രിക് ഫീൽഡും ഇവൻ വഴിയുള്ള ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിക്കുക, രണ്ടും കൂടെ വെക്ടർ അഡിഷൻ നടത്തുക, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി വെക്കുക. നമ്മൾ ചോദിച്ചേക്കുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു ബി ചാർജ് പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു സി ചാർജ്. കാരണം രണ്ട് സ്ഥലത്തും ചാർജ് ഉണ്ട്, അപ്പൊ രണ്ടുപേരും കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് വേണം. അപ്പൊ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു ബി ചാർജ്. ഒരു ടെസ്റ്റ് ചാർജ് അങ്ങോട്ട് കൊണ്ട് വെച്ചു, അവൻ എന്ത് ചെയ്യും, ഇവനെ റിപ്പിൽ ചെയ്യും, അതായത് അവൻ ഇങ്ങോട്ടേക്ക്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു ബി ചാർജ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, കെ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയറിനകത്ത് ആർ മാറി, ആർ ഇവിടെ എന്നതാണ് എ ആണ്, കെ ക്യൂ ഡിവൈഡ് ബൈ എ സ്ക്വയർ കിട്ടി, എ സ്ക്വയർ. ഇനി അടുത്തത് പ്ലസ് ഇവൻ നോക്കി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു സി ചാർജ്. ഓ ഇവൻ മൈനസ് ചാർജ് ആണ്, അപ്പൊ ഞാൻ യൂണിറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് എടുക്കേണ്ട വെച്ചാൽ അവൻ എന്ത് ചെയ്യും, പ്ലസ് ചാർജ് എന്നെ അട്രാക്ട് ചെയ്യും. എപ്പോഴും ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആണെന്ന് മറക്കരുത് കേട്ടോ. അപ്പൊ ഇവനാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു സി ചാർജ്. ഇത് രണ്ടും വെക്ടർ ആണ്, നമുക്കപ്പോ വെക്ടർ അഡിഷൻ ചെയ്യാം. ഇങ്ങോട്ട് നോക്കി, ഇവന്റെ ഇക്വേഷൻ എന്നാ വരും, കെ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. മൈനസ് എടുക്കണോ വേണ്ട, ഞാൻ കാരണം ഡയറക്ഷനോടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ രണ്ട് മാഗ്നിറ്റ്യൂഡും ഒന്ന് തന്നെയാണ്, രണ്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് ഞാൻ ഇവന്മാരെ രണ്ടുപേരെയും ഇതിനെ ഞാൻ ഈ എന്ന് വിളിക്കുകയാണ്, അപ്പൊ ഇവനെ എന്ത് വിളിക്കുക, ഈ എന്ന് വിളിക്കുകയാണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു സീനെ ഞാൻ എന്ത് വിളിക്കുക, ഈ വിളിക്കുക. രണ്ട് വെക്ടർ ആക്ട് ചെയ്യുന്നുണ്ട് എവിടെ, അറ്റ് ആൻ ആംഗിൾ. ഇതെത്ര നോക്കി, ഇക്വൽ ട്രയാങ്കിളിന്റെ 60 ഡിഗ്രി അല്ലേ, അപ്പൊ ഈ ആംഗിൾ എത്രയാ 120 ഡിഗ്രി. അപ്പൊ 120 ഡിഗ്രിയിൽ രണ്ട് വെക്ടർ ആക്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ റിസൾട്ട് വെക്ടർ എത്രയായിരിക്കും, കേട്ടോടെ ആൻസർ എത്രയായിരിക്കും, ഈ ആയിരിക്കും. ഈ ആക്ട് ചെയ്യുന്നുണ്ട് 120 ഡിഗ്രിയിൽ, അപ്പൊ അതിന്റെ റിസൾട്ട് എത്രയായിരിക്കും, ഈ ആയിരിക്കും. നോക്കി, വെക്ടറിന്റെ പാഠഭാഗം എനിക്ക് നല്ലത് അറിയാവുന്നതാണെന്ത്, എനിക്കറിയാലോ, എനിക്കറിയാത്തൊന്നുമില്ല, അറിയാവുന്നതാണെന്ത് ഞാനിപ്പോ ഈ എന്ന് പറഞ്ഞത്. നിങ്ങൾ ഇനി അടുത്ത പാഠഭാഗം അടുത്ത സെക്ഷൻ തൊട്ട് എവിടെയെങ്കിലൊക്കെ 120 ഡിഗ്രിയിൽ രണ്ട് ഈക്വൽ വെക്ടർ ഉണ്ടെങ്കിൽ റിസൾട്ടന്റ് എത്രയായിരിക്കും, ആ സെയിം വെക്ടർ ആയിരിക്കും എന്ന് പറയണം കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഞാൻ തൽക്കാലം പ്രൂവ് ചെയ്ത് തരാം. നോക്കി, റിസൾട്ടന്റ് ഇക്വേഷൻ ഏതാ, രണ്ട് വെക്ടർ ഉണ്ട് എയും ബിയും, അത് 120 ഡിഗ്രിയിൽ ആക്റ്റീവ് ആണ് കേട്ടോ. അതിന്റെ റിസൾട്ടന്റ് എന്നാ വരും, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 120 ഡിഗ്രി കോസ് തീറ്റ. ഇതല്ലേ ജനറൽ ഇക്വേഷൻ അല്ലേ. ഇവിടെ നോക്കി, രണ്ട് ഈ വെക്ടർ ആണ്, ഇ സ്ക്വയർ പ്ലസ് 2aക്കും ബിക്കും പകരം ഇ കോസ് 120 ഡിഗ്രി. അപ്പൊ നോക്കി, ഇ സ്ക്വയർ പ്ലസ് 2e എന്നാ വരും, 2e സ്ക്വയർ വരും, 2e സ്ക്വയർ കോസ് 120 ഡിഗ്രി എത്രയാ, -1/2 അല്ലെ, -0.5. സംശയന്റെ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്ത് നോക്കി, അപ്പൊ എന്നാ വരും, -1/2. ഈ മൈനസ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കാം കേട്ടോ, ഈ ടൂവും വെട്ടിപ്പോയി. അപ്പൊ എന്നാ വന്നു, ഇ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ, ഒരു സ്ക്വയർ കളയാലോ. അപ്പൊ ബാക്കി നോക്കി, ഇ സ്ക്വയർ റൂട്ട് ഓഫ് ഇ സ്ക്വയർ, അതെന്നതാ ഇ കണ്ടോ. 120 ഡിഗ്രിയിൽ രണ്ട് ഈക്വൽ വെക്ടർ ആക്ട് ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്നതാ ഇ. ഇനി മാത്രമല്ല, രണ്ട് ഈക്വൽ വെക്ടർ ആണെങ്കിൽ ഒരു വെക്ടർ ഇങ്ങോട്ട് ഒരു വെക്ടർ ഇങ്ങോട്ട്, അത് ഏതെങ്കിലും ആയിക്കോട്ടെ, തീറ്റ ആയിക്കോട്ടെ, രണ്ടും ഈക്വൽ വെക്ടർ ആണ് എങ്കിൽ ആക്ട് ചെയ്യുന്നെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ എവിടെയായിരിക്കും, ഇവിടെ തീറ്റ 120 ഡിഗ്രി ആകാത്തതുകൊണ്ട് റിസൾട്ടന്റ് വെക്ടർ എ ആയിരിക്കില്ല, എത്ര ആയിക്കോട്ടെ, പക്ഷെ അത് ആക്ട് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും, ഡയറക്ഷൻ കറക്റ്റ് നടുക്കൂടെ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്നായിരിക്കും, ഇവിടുന്ന് 60 ഡിഗ്രി, ഇവിടുന്ന് 60 ഡിഗ്രി കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരിക്കും അതിന്റെ റിസൾട്ടന്റ്. ഓക്കെ, നമ്മൾ ഡയറക്ഷൻ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ മാഗ്നിറ്റ്യൂഡ് എത്ര മക്കളെ കിട്ടിയേ, ഇ കണ്ടോ, ഇ ആ കിട്ടിയേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഇ എഴുതി വെച്ചാൽ മതി. ഇത് വെക്ടറും ആണെങ്കിൽ വെക്ടർ ആണല്ലോ, അതിന്റെ റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഈസ് ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡ് ബൈ എ സ്ക്വയർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, പെട്ടെന്ന് എഴുതി എടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഒരു സ്ക്വയർ ആണ്, സൈഡ് ലെങ്ത് എ
A. ചോദിച്ചേക്കാണ് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചേക്കുന്നത്. ആസ് പെർ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇവൻ വഴിയുള്ളതും വെക്ടർ തമ്മിൽ കൂട്ടിയാൽ മതി. അല്ല, വെക്ടർ അഡിഷൻ ആയി കൂട്ടിയാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു ഡി ചാർജ് പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു ബി ചാർജ് പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു സി ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ എല്ലാം വെക്ടർ ആണോ? നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം ആഡ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ അതിനുവേണ്ടി ആദ്യം വെക്ടർ ആയിട്ട് എടുക്കണ്ടേ. എ ഡ്യൂ ടു ഡി ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അവൻ എന്ത് ഇവൻ പ്ലസ് ആണ് അപ്പോൾ ഇവൻ എന്ത് ഇവനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു ഡി ചാർജ്. അതിന്റെ ഇക്വേഷൻ വരും കെ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ആറിന് പകരം ഇവിടെ എ ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമുക്ക് എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡ് വേണ്ടത് ആ ചാർജും ആ ടെസ്റ്റ് ചാർജ് കൊണ്ട് എടുക്കുന്നതിന്റെ ഇടയ്ക്കുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഇത് എ. ഇവിടെ നമ്മൾ എ എടുത്തില്ലേ, അതേപോലെ ഇവനും തമ്മിലുള്ള ദൂരം, ഇവനും തമ്മിലുള്ള ദൂരം ഇവിടെ കാണാം. അപ്പൊ ഇവനും തമ്മിൽ എ ആണ്. അപ്പൊ നമുക്ക് കെ ക്യൂ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ഡ്യൂ ടു ബി ചാർജ്. ഇവിടെ ചാർജ് ഉണ്ട്, ക്യൂ ആണ്, പ്ലസ് ആണ്. അവൻ ഇവനെ എന്ത് ചെയ്യും, താഴേക്ക് റിപ്പൽ ചെയ്യും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു ബി ചാർജ്. അതെത്രയാ, കെ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ആറിന് പകരം എന്നതാ എ, അപ്പൊ എ സ്ക്വയർ. അടുത്ത എന്നാ വരും മക്കളെ, അടുത്തത് ഈ ചാർജ് വഴിയുള്ളത്. അപ്പൊ ഈ ചാർജ് ഇങ്ങോട്ടേക്ക് അല്ലേ, ഇങ്ങോട്ടേക്ക്. ഇവിടെ ചാർജ് ഉണ്ടെങ്കിൽ ഇവനെ റിപ്പൽ ചെയ്യും. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഇതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പൊ എന്ത് വരും, ഇത് ഈ ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു സി ചാർജ്. അത് എത്രയാണ് മക്കളെ, കെ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ എ സ്ക്വയർ ആണോ? അല്ല, കാരണം ഇവന്റെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരം ഇവിടുത്തെ എ അല്ല, പകരം എന്നതായിരിക്കും ഇത് എയും ആണെങ്കിൽ ഈ സാധനം എന്നാ വരും, √2 ടൈംസ് എ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ, അപ്പൊ √2a. അപ്പൊ എക്ക് പകരം എന്ത് എഴുതും, √2a ഹോൾ സ്ക്വയർ. അതെത്രയാ, √2 ഹോൾ സ്ക്വയർ എന്നാ വരും, 2 സ്ക്വയർ. √2 സ്ക്വയർ 2a സ്ക്വയർ. ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതിയോ? പോരാ. പകരം നോക്കി ഇതൊക്കെ വെക്ടർ അഡിഷൻ ചെയ്യണ്ടേ അല്ലേ. നോക്കി ഈ രണ്ട് വെക്ടറും തമ്മിൽ ഞാൻ റിസൾട്ടന്റ് എടുത്താൽ ഇത് കൂടെ വരും. നോക്കി രണ്ട് വെക്ടർ ഉണ്ട്, സെയിം മാഗ്നിറ്റ്യൂഡ്. കണ്ടോ, ഈ എ ടു ബി ഇതും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ ഞാൻ ഇവർക്ക് രണ്ടു പേർക്ക് ഞാനിങ്ങനെ ഇ എന്ന് പേര് കൊടുക്കുക കേട്ടോ. അപ്പൊ കെ ക്യൂ ബൈ എ സ്ക്വയറിന് ഞാൻ എന്നാ കൊടുക്കുന്നത്, ഇ. അപ്പൊ നോക്കിയേ, ഇവനെ ഞാൻ ഇന്ന് കൊടുക്കാണ്, പ്ലസ് ഇവനെ ഞാൻ ഇന്ന് കൊടുക്കാണ്, പ്ലസ് ഇവനെന്ത് കൊടുക്കാം നമുക്ക്, കെ ക്യൂ ബൈ എ സ്ക്വയറിന് ഇ കൊടുത്താൽ ബാക്കി എന്ത് വരും, e/2 ആണ്. ഇനി ഇവനും ആക്ട് ചെയ്യുന്നത് എത്ര ഡിഗ്രിയിലാണ്, 90 ഡിഗ്രി ആണല്ലോ. 90 ഡിഗ്രിയിൽ രണ്ട് വെക്ടർ ആക്ട് ചെയ്താൽ ആൻസർ എന്നായിരിക്കും, അപ്പൊ തന്നെ കേക്ക് എന്ന് പറഞ്ഞാൽ പറയണ്ടേ. റിസൾട്ടിന് r is equal to √a square plus b square plus 2ab cos theta. cos 90 എത്രയാ, 0. കണ്ടോ, ഈ രണ്ട് വെക്ടർ ആക്ട് ചെയ്യുന്ന ആംഗിൾ എത്രയാ, 90 ഡിഗ്രി. അപ്പൊ cos 90 എത്രയാ, 0. അപ്പൊ ഈ ടേം മൊത്തം പോയി, ബാക്കി ആ രണ്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇവിടെ രണ്ടും ഒരേ വെക്ടറാ, e സ്ക്വയർ പ്ലസ് e സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ, e സ്ക്വയർ പ്ലസ് e സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2e സ്ക്വയർ. അതിന്റെ റൂട്ട് എന്നതാ, √2e. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് വെക്ടർ എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടായിട്ട് ഒരു റിസൾട്ടന്റ് വെക്ടർ ആയിട്ട് എനിക്ക് എന്ത് എഴുതാം, √2 ടൈംസ് e. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യട്ടെ, കാരണം രണ്ടിന്റെ റിസൾട്ടന്റ് എടുത്തു കഴിഞ്ഞല്ലോ. ഇനി ആരുണ്ട്, ഇതേ ഡയറക്ഷനിൽ ഇവനും തമ്മിൽ ഇലക്ട്രിക് ഫീൽഡ് അതെന്നതാ, e/2 ഉണ്ട്, ബാക്കി ആരുണ്ട്, √2e ഉണ്ട്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഈസ് ഈക്വൽ ടു ഒരു e വെക്ടർ ഉണ്ട്, അല്ല e/2 വെക്ടർ ഉണ്ട്, പ്ലസ് ഒരു √2e ഉണ്ട് കേട്ടോ. നോക്കി, ഞാൻ ഇടയ്ക്ക് ഞാൻ വെക്ടറിന്റെ സൈൻ ഇട്ടേക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുതേ. ഞാനത് ഇവിടെ നമ്മൾ വെക്ടർ അഡിഷൻ നടത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടതാ കേട്ടോ.
പ്ലസ് ഈ വെക്ടറും കൂടെ. അതിനുശേഷം ഞാൻ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ഇതൊക്കെ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസാ വരിക. അപ്പൊ അവിടെ നമുക്ക് നമ്മൾ എന്ത് എഴുതി എന്നല്ല അർത്ഥമുള്ളൂ നമ്മുടെ ഫൈനൽ ആൻസറിന് കേട്ടോ. ലക്ഷ്യം നന്നായാൽ മതി, മാർഗം എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കാനായിട്ട്. e/2 പ്ലസ് √2e. ഇവിടുന്ന് ഈ പുറത്തെടുത്താല് 1/2 പ്ലസ് √2 കേട്ടോ. നമ്മുടെ എൻട്രൻസ് ക്വസ്റ്റിനകത്ത് ഓപ്ഷൻ ഇങ്ങനെ അല്ലായിരുന്നു, പകരം e/2 പുറത്തായിരുന്നു, 1 പ്ലസ് 2√2 അങ്ങനെയാണ് എന്റെ ഓപ്ഷൻ എടുത്ത്. പഴയകാല ക്വസ്റ്റ്യൻ അത് കേട്ടോ. അപ്പൊ ഇത് ഓർത്തിരിക്കുക എങ്ങനെയാ ചെയ്യേണ്ടത്. നോക്കി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ചാർജ് ഉണ്ട് Q കേട്ടോ. ഇവിടെ ചാർജ് ഉണ്ട് 9Q ചാർജ് ഉണ്ട്, 9Q ചാർജ്. ഇനി ഈ വീഡിയോ മുമ്പോട്ട് കാണുന്നതിന് മുമ്പാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കൂളംസ് ലോ പഠിച്ചതിന് ശേഷം നമ്മൾ നൾ പോയിന്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്കിയായിരുന്നു, അത് പോയി കാണണം കേട്ടോ. എന്റെ ക്വസ്റ്റ്യൻ എന്നറിയോ, ഈ ക്വസ്റ്റ്യനകത്ത് ഇവിടെ എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആകുന്നത്? ഈ ഒരു സിസ്റ്റത്തിനകത്ത് എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് അപ്പോൺ എ ടെസ്റ്റ് ചാർജ്, യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് സീറോ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് എന്താവണം? സീറോ ആകണം. അങ്ങനെയാണെങ്കിൽ സീറോ ബേസ് സംതിങ് സീറോ, ഇലക്ട്രിക് ഫീൽഡ് എന്ത് കിട്ടി? സീറോ കിട്ടി. അപ്പൊ എവിടെയാണോ ഫോഴ്സ് സീറോ ആകുന്നത് അവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആകുന്നത്. എവിടെയാണ് ഫോഴ്സ് സീറോ ആകുന്നത് എന്നതിനെ പറഞ്ഞ പേരാണ് നൾ പോയിന്റ്. അതിന്റെ കണ്ടുപിടിക്കാനുള്ള വീഡിയോ, അതിന്റെ ഷോർട്ട് കട്ട്, എൻട്രൻസ് കോച്ചിങ് സെന്ററുകാരുടെ ഷോർട്ട് കട്ട് ഒക്കെ നമ്മൾ ആ പാഠഭാഗത്ത് പഠിച്ചായിരുന്നു. ആ സെയിം ഇക്വേഷൻ മാത്രം ഇവിടെ അപ്ലൈ ചെയ്താൽ മതി, ഒരു ടെൻഷനും വേണ്ട. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രം കാണിച്ചു തരാം, ബാക്കിയുള്ള കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, ചെറുത്. അപ്പൊ ആ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ബാക്ക് പോയിട്ട് കാണാം കേട്ടോ. ഇപ്പൊ Q9 എവിടെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് സീറോ ആകാൻ ചാൻസ് ഉള്ളത്? നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ എവിടെയാ ഫോഴ്സ് സീറോ ആവാൻ ചാൻസ് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഈ അടുത്ത ദിവസത്തേക്ക് നോക്കാം. ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് രണ്ടും പ്ലസ് ചാർജ് അല്ല, ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്. കാരണം ഇവിടെ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചാൽ, പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചാൽ ഇവൻ ഇങ്ങോട്ട് റിപ്പിൾ ചെയ്യും, ഇവൻ ഇങ്ങോട്ട് റിപ്പിൾ ചെയ്യും. രണ്ടിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ വെക്ടർ ആണല്ലോ, അവൻ ഇങ്ങോട്ടേക്കാണ്. രണ്ട് ഇലക്ട്രിക് ഫീൽഡും ഇങ്ങോട്ടേക്കാണ്. ഇവിടെ സീറോ ആവാൻ ചാൻസ് ഇല്ല, ഇവിടെ വരില്ല, ഈ അതർ സൈഡ് വരില്ല. ഇവിടെയോ ഇവൻ വഴിയുടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്, ഇവൻ വഴിയുടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്. കാരണം ടെസ്റ്റ് ചാർജിനെ അവൻ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. രണ്ടുപേരും അങ്ങോട്ടേക്ക് ആയതുകൊണ്ട് ഒരിക്കലും ഈ സൈഡിലും ഇലക്ട്രിക് ഫീൽഡ് സീറോ ആകില്ല. പകരം ഇതിന്റെ ഇടയ്ക്ക് നോക്കി, ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റ് നടക്കാൻ ആയിക്കോട്ടെ, ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, കാരണം ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചാൽ ഇവൻ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും ഇങ്ങോട്ടേക്ക്. ഇവൻ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. രണ്ടുപേരും ഓപ്പോസിറ്റ് സൈൻ വന്നു. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഏതൊരു പോയിന്റിൽ രണ്ടുപേരുടെയും ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ആയേക്കാം, അവിടെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയേക്കാം, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. കാരണം ഒരുത്തൻ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു, ഒരുത്തൻ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് നെറ്റ് എമൗണ്ട് സീറോ ആകണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ പിടിച്ചു വലിക്കണം. നമുക്ക് ഏത് പോയിന്റാന്ന് നോക്കാം. അസ്യൂം ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് x ആണ്, ഇവിടെ ടോട്ടൽ ലെങ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ L-x ആണ്. കാരണം ഞാൻ മൊത്തം എടുത്ത ലെങ്ത് തരാം L ആണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഇവൻ വഴിയുള്ള ഇങ്ങോട്ടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡും അങ്ങോട്ടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡും E/1 ഉം E/2, കാരണം ഇവൻ 1 ആണ് ഞാൻ പേര് കൊടുത്തേക്കുന്നത്, ഇവൻ 2 ആണ് പേര് കൊടുത്തേക്കുന്നത്. അപ്പൊ E/1 is equal to E/2 യിലെ ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആകും. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O due to 1 ചാർജ് E1 എത്രയായിരിക്കും? KQ/R². ഇവിടെ R അല്ല എടുത്തേക്കുന്നത് x ആണ്. അപ്പൊ x² is equal to K into 9Q. ഇവിടെ 9Q എടുത്തേക്കുന്നത്. അപ്പൊ 9Q/x². പക്ഷെ ഇവിടെ L-x ആണ്, L-xന്റെ സ്ക്വയർ. Kയും Kയും വെട്ടിപ്പോയി, Qയും Qയും വെട്ടിപ്പോയി, L-xനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. L-x² is equal to 9. ഇവിടെ x². L-x whole square divided by x². L-x divided by x whole square is equal to 9. സ്ക്വയറിനെ മാറ്റാൻ വേണ്ടി ഞാൻ രണ്ട് സൈഡ് റൂട്ട് എടുക്കുക. അപ്പൊ L-x/x is equal to √9. അത് എത്രയാ? 3. അപ്പൊ ഞാനിവിടെ 3 എഴുതി. എക്സിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ. L-x is equal to 3x. അങ്ങനെയാണെങ്കിൽ L is equal to 4x. കാരണം എക്സിന് അപ്പുറത്ത് പോകുമ്പോൾ 3x plus x എന്നതാ 4x.
അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു L/4. അപ്പൊ ഈ എക്സ് എത്രയാ? L/4. ഞാൻ ഇവിടെ റൂട്ട് എടുക്കാൻ നേരത്ത് പ്ലസ് ഓർ മൈനസ് 3 എടുത്തില്ല, കാരണം മൈനസ് വാലിഡാണ്. അപ്പൊ ഞാൻ അവിടെ L/4 എടുത്തു. അപ്പൊ ഇവിടെ നിന്ന് L/4 ടോട്ടൽ ലെങ്ത്തിന്റെ 4/1 ഭാഗത്ത് ഏതാണ്ട് ഇവിടെ ആയിട്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. കാരണം ഇവിടെ ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടും ഈക്വൽ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ നൾ പോയിന്റ് കാണുന്നത്. ഇതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ സ്ക്വയർ റൂട്ട് ഓഫ് സ്മോള് ചാർജ് ഡിവൈഡ് ബൈ താഴെ അതിന്റെ റൂട്ട് ഓഫ് വലുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇക്വേഷൻ പഠിച്ചാണ്. അതൊക്കെ പോയി കാണും കേട്ടോ. ഞാൻ പിന്നെ പറയാനിരിക്കുന്നില്ല. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക്. ഒരു ഹോംവർക്ക് എഴുതിക്ക്. Q ചാർജ് ഉണ്ട്, -4Q ചാർജ് ഉണ്ട്. ഇവർക്കിടയിൽ എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നത്? ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ബാക്ക് പോയിട്ട് ആ വീഡിയോ കാണണം കേട്ടോ. നൾ പോയിന്റിന്റെ വീഡിയോ കാണണം. അവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈൻ വന്നാൽ എവിടെയാണ് ഫോഴ്സ് 0 ആകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനത്തെ ഒരു സാമ്പിൾ ഇക്വേഷൻ എന്നൊന്നും പറയുന്നില്ല, കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യും. മൈനസ് ഇൻറ്റു ടോട്ടൽ ലെങ്ത് L. ഇവിടെ എന്നതാ? സ്മോള് ലാർജ് സ്മോള്. എന്ത് സ്മോളോ? അപ്പൊ അതൊക്കെ പോയി നോക്ക് എന്നതാണ് കേട്ടോ. ചാർജുകൾ, ചാർജിന്റെ വാല്യൂ, മാഗ്നിറ്റ്യൂഡ്, സൈൻ എടുക്കരുത് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. നെറ്റ് ഓഫർ തീരുക എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ കുറെ കണക്കുകളൊന്നും എഴുതാത്തത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വീഡിയോ തീർക്കാം. പെട്ടെന്ന് വീഡിയോ തീർക്കാൻ നമ്മൾ ചെറുതായി വീഡിയോ ഇടാം. അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ ഇടാം. ഇതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ട് താഴെ ഇട്ടേക്കാം കേട്ടോ. അപ്പൊ പഠിച്ചു തുടങ്ങിക്കോ. ഇത് ഹോംവർക്കായിട്ട് ചെയ്യണം. എന്നിട്ട് താഴെ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തന്നാൽ മതി കേട്ടോ. അപ്പൊ ശരി.